ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെപ്പറ്റി പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവം തന്ന കൃപയെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ എല്ലാവരും വായിക്കണം, പഠിക്കണം. ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകിട്ടുമെങ്കിലും ഓരോ സങ്കീർത്തനം എല്ലാവരും വായിക്കണം. കുഞ്ഞുങ്ങൾ മനഃപ്പാഠമാക്കണം. ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനാ വിഷയമില്ലാതെയാകുമ്പോൾ, പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകുമ്പോൾ ഈ വരികളൊക്കെ ഉരുവിടണം. വെറുതെ പോകുന്ന സാഹചര്യങ്ങളിൽ, വെറുതെ നടന്നു പോകുമ്പോൾ മൂളിപ്പാട്ട് പാടി പോകുന്നതിനൊപ്പം, സിനിമാ ഗാനങ്ങളും മറ്റും ഉരുവിടുന്നതോടൊപ്പം ഈ സങ്കീർത്തന വരികൾ പ്രാർത്ഥനയായി നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. നടപ്പിലും കിടപ്പിലുമൊക്കെ ഈ വരികൾ നമ്മൾക്കൊരു ശക്തിയാകണം, ഒരു പ്രാർത്ഥനയാകണം. ഒരു സങ്കീർത്തനം നമ്മൾ ഹൃദയപൂർവ്വം വായിച്ചു കഴിയുമ്പോൾ സ്വാർത്ഥരഹിതമായൊരു വലിയ പ്രാർത്ഥന നമ്മൾ നടത്തി കഴിയുകയാണ്. ഓരോ വരികളും ഓരോ വാക്യങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ ഓരോ മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സങ്കീർത്തനങ്ങളെ നമുക്ക് കാണുവാനും അറിയാനും സാധിക്കണം. 22-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ പഠനഭാഗമായി 15-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മളിത് പ്രവേശിക്കുന്നത്. 22-ാം സങ്കീർത്തനം 22-ഉം 23-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഞാൻ നിൻ്റെ നാമം എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ. ഞാൻ നിൻ്റെ നാമം എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞു തുടങ്ങിയ സങ്കീർത്തന ഭാഗം വേറൊരു തലത്തിലേക്ക് ഇവിടെ പ്രവേശിക്കുകയാണ്. പരാതി മാറി, പരിഭവം മാറി, വേദനാകരമായ സാഹചര്യങ്ങൾ മാറി, സഹോദരങ്ങളോട് സുവിശേഷം പറയുന്ന ഒരു തലം കഴിഞ്ഞ ചില വാക്യങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയും ഉയർത്തി കാണിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പരാതി പറയുന്നവരാണ് പ്രിയമുള്ളവരെ. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമ്മളെ വിമർശിക്കുന്നവരായിരിക്കും പ്രിയമുള്ളവരെ. ഏറ്റവും കൂടുതൽ നമ്മളെ തെറ്റിദ്ധരിക്കുന്നവരായിരിക്കും പ്രിയമുള്ളവരെ. ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും സ്നേഹിതരുമായി മാറ്റപ്പെടുന്നത്. എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞ ദാവീദ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് ശക്തി നേടി, ധ്യാനിച്ച് ശക്തിപ്പെട്ട് എനിക്കെൻ്റെ സഹോദരങ്ങളോട് പറയാനുണ്ട്, സ്നേഹിതരോട് പറയാറുണ്ട്. അത് വ്യക്തിഗതമായി മാത്രമല്ല, സഭാമധ്യേ ഞാൻ നിന്നെ കീർത്തിക്കുമെന്നാണ് പറയുന്നത്. സഭാമധ്യേ ഞാൻ നിന്നെ കീർത്തിക്കുമെന്ന് പറയുമ്പോൾ പരസ്യമായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ പരസ്യ ആരാധനയ്ക്ക് ഇടയിൽ പോയി പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ പറയുമെന്നല്ല അർത്ഥം. സഭ എന്ന് പറയുന്ന കൺസെപ്റ്റ് കർത്താവിൻ്റെ ശരീരമെന്ന ചിന്താധാര ഉൾക്കൊള്ളുന്നതാണ്. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭയെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഘടന മാത്രമല്ല. അതിൻ്റെയൊക്കെ സാമൂഹ്യമായ നിലനിൽപ്പിന് വേണ്ടി ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ ഉണ്ട്. സഭയെന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് വിശ്വാസികളുടെ സമൂഹമാണ്. ജീവിച്ചിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും നിർമ്മലന്മാരുടെയും വിശുദ്ധന്മാരുടെയും സമൂഹമാണ്. ക്രിസ്തു തലയായിരിക്കുന്ന സമൂഹമാണ്. വിശുദ്ധ തൃത്വത്താൽ അലങ്കൃതമായ സമൂഹമാണ്. നമ്മളിൽ നിന്നും കടന്നുപോയ പൂർവിക പിതാക്കന്മാർ ഉപദേശിച്ച ഉപദേശങ്ങളുടെ പിന്നാലെ പോകുന്നൊരു സമൂഹമാണ്. പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും കൊതി തീരാത്ത ഒരു സമൂഹത്തിൻ്റെ സമർപ്പണ ഭാഗമാണ് സഭയെന്ന് പറയുന്നത്. അപ്പം സഭാമധ്യേ ഞാൻ നിന്നെ കീർത്തിക്കും, സ്തുതിക്കുമെന്ന് പറയുമ്പോൾ അതിനാഴമൊത്തിരിയാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. ദൈവം തന്ന നന്മകളും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവങ്ങളുമൊക്കെ അതങ്ങ് കാലാതീതമായിട്ട് പോകുകയാണ്. ഭൗതികമായി സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും മാത്രമെങ്കിൽ നമുക്ക് പറയാം, അത് ഈ ഭാഗത്ത് എൻ്റെ ഒരു കുടുംബത്തിൽ, എൻ്റെ ചുറ്റുവട്ടത്തിൽ അങ്ങനെയുള്ള എന്നെ അറിയാവുന്നവരുടെ മുൻപാകെ പറയുമെന്ന്.
സഭാമധ്യേ കീർത്തിക്കുമെന്ന് പറയുമ്പോൾ ഇഹത്തിൽ മാത്രമല്ല, എനിക്കിനിയും ഒരുപാട് പറയാനുണ്ട്, സ്തുതിക്കാനുണ്ട്, കീർത്തിക്കാനുണ്ട്. കാലങ്ങൾക്കപ്പുറമായ ദൈവത്തെ സ്തുതിക്കാനുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്, നമ്മളുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല. ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന പൗലോസിൻ്റെ വാചകം അത് തുടർച്ചയായി പോകുകയാണ്. ഒരു വ്യക്തിയും പറയത്തില്ല സഭയെന്ന് പറയുന്ന ആ വിശുദ്ധ നാമം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സഭയെക്കുറിച്ച് മാത്രമാണെന്ന് വേദപുസ്തകം അറിയുന്നവൻ പറയത്തില്ല. സഭയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൾക്കപ്പുറമായ, ചിന്തകൾക്കപ്പുറമായ, ആലോചനകൾക്കപ്പുറമായ ഒരു വലിയ വിശ്വാസ സമൂഹമാണ്. കോടാകോടി വെള്ളനിലയെങ്കിലും കുരുത്തോലയും ധരിച്ചവർ നിൽക്കുന്ന സമൂഹമാണ്. വെള്ളനിലയെങ്കിലും കുരുത്തോലയും എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമൂഹമാണ്. കുഞ്ഞാട് സിംഹാസനത്തിലിരിക്കുന്ന സമൂഹമാണ്. സിംഹാസനത്തിലിരിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ സമൂഹമാണ്. ദൂതന്മാർ പോലും നേരെ നിൽക്കാതെ അവൻ്റെ മുഖം കാണുവാൻ പറ്റാത്ത രീതിയിൽ തേജസ്സോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമൂഹമാണ് സഭയെന്ന് പറയുന്നത്. അതാ പലപ്പോഴും നമ്മൾ സഭയെന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്ട്രക്ചറേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ദാവീദിൻ്റെ സ്തുതിയുടെ പ്രത്യേകത, പ്രാർത്ഥനയുടെ പ്രത്യേകത, സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതങ്ങ് തുടർച്ചയായി കിടക്കുകയാണ്. നമുക്ക് തന്നെ ഒരു വലിയ പ്രത്യാശയാണ്. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെയോ നിങ്ങളുടെയോ ജീവിതം ഇത്ര വയസ്സ് വരെ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു, തുടർന്ന് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങളും ഞാനും ജനിക്കുമ്പോൾ തൊട്ട്, നമ്മുടെ നല്ല പ്രായം തൊട്ട്, ആരോഗ്യമുള്ള അവസരം തൊട്ട്, ഇനി വാർദ്ധക്യത്തിലായാലും തൊട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്, സാക്ഷിക്കുകയാണ്. സഭാമധ്യേ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇനിയും എനിക്ക് സ്തുതിക്കാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. ദൈവത്തോടൊപ്പം ആയിരിക്കുക, അവനെ വീണ്ടും സ്തുതിക്കാൻ കടന്നു വരുമെന്ന് പറയുന്ന ആ വേദചിന്തയെന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാ. നമുക്ക് പ്രത്യാശ ഒത്തിരിയുണ്ട്, അന്തമില്ലാത്തൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മളുടെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളുടെ പ്രത്യാശ പോലും ലിമിറ്റഡാണ്. നമ്മളുടെ സന്തോഷം ലിമിറ്റഡാണ്, ആരോഗ്യം ലിമിറ്റഡാണ്, സമ്പാദ്യം എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലും ഭൗതികമായി നിയന്ത്രിതമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. അതിനൊരു നിയന്ത്രണമുണ്ട്. അപ്പോൾ അതിനർത്ഥം വരുന്നില്ല. ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കുടുംബത്തിനും എനിക്കും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി, അല്ലെ കുറച്ച് പരിചിതർക്ക് വേണ്ടി. എന്തിനാണ് ഞാനൊരു മരം നടുന്നതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ലക്ഷ്യം യഥാർത്ഥമായിട്ട് അറിയാത്തവൻ പറയും എനിക്കതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി. പണ്ട് നിങ്ങളൊരു കൊച്ചു കഥ കേട്ടിട്ടുണ്ടല്ലോ. പ്രായമുള്ള ഒരു മനുഷ്യന് റോഡ് സൈഡിലൊക്കെ മരങ്ങൾ നട്ടുകൊണ്ടിരിക്കുക. ഒരു ബാലകൻ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളെന്തിനാ മരമൊക്കെ നടുന്നത് അപ്പൂപ്പ? ഇപ്പം നിങ്ങൾക്ക് പ്രായമായല്ലോ, ഈ മരമൊക്കെ നട്ട് ഈ മാവും പ്ലാവും ഒക്കെ ഇനിയും ഫലം കായ്ക്കാൻ അപ്പൂപ്പൻ കാണുമോ? ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ഈ നടുന്നതൊന്നും എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയുമല്ല, അതുമാത്രമല്ല ഇനിയും വരാനുള്ള തലമുറയ്ക്ക് കൂടിയാണ്. ഇതിലെ ഫലങ്ങളൊക്കെ ആര് പറിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതിലേതൊക്കെ ജീവജാലങ്ങൾ വന്നിരിക്കുമെന്നറിയത്തില്ല, ചുവട്ടിൽ വന്നിരിക്കുമെന്നറിയത്തില്ല. ഏതൊക്കെ പക്ഷികൾ പറന്നു വരുമെന്നും അറിയത്തില്ല. ഏതൊക്കെ തരുലതാദികൾ പടർന്നു കയറുമെന്നും അറിയത്തില്ല. കാരണം ഞാനിപ്പോൾ തിന്നുന്നത് എൻ്റെ പൂർവികർ വെച്ച മരങ്ങളാണ്. ആയതുപോലെ പ്രിയമുള്ളവരെ, സ്തുതിപ്പുകളുടെയും സ്തോത്രങ്ങളുടെയും ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ സ്തുതിക്കുമെന്ന് മാത്രമല്ല, ഞാൻ വീട്ടിലും സ്തുതിക്കണം, സഹോദരങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കണം, സഭാമധ്യം ദൈവത്തെ സ്തുതിക്കണം. അതായത് ഘട്ടം ഘട്ടമായൊരു വളർച്ചയാണ്. ആദ്യം പറയുന്നത് അതാണ്, എൻ്റെ സഹോദരന്മാരോട് ദൈവനാമം കീർത്തിക്കും. സഹോദരങ്ങളോട് ദൈവനാമം കീർത്തിക്കും എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോട് പറയണം, ആദ്യം കുടുംബത്തിൽ പറയണം. കുടുംബത്തിലൊരു നല്ല സാക്ഷ്യമുണ്ടാകണം. കുടുംബത്തിൽ സാക്ഷ്യമില്ലാത്തവന് വെളിയിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പലതും പറഞ്ഞുകൊണ്ടൊക്കെ നടക്കും, സാക്ഷ്യങ്ങളൊക്കെ പറയും, സുവിശേഷം പറയും. പക്ഷേ സ്വന്തം കുടുംബത്തെ പലപ്പോഴും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, കുടുംബത്തിൽ ആരാധനയില്ല, നന്മ ചെയ്യുന്നില്ല. നന്മ ചെയ്യിക്കാൻ അങ്ങ് പ്രേരിപ്പിക്കുകയാണ്, ലോകത്തെ പ്രേരിപ്പിക്കുകയാണ് നന്മ ചെയ്യണം. ലോകത്തോട് പറയുകയാണ് നീ പ്രാർത്ഥിക്കണം. വ്യക്തിഗതമായി പ്രാർത്ഥനയില്ല, കുടുംബത്തിലും സഹോദരങ്ങളുടെ മധ്യത്തിലും പ്രാർത്ഥനയില്ല. അതാണ് നമ്മുടെ വെല്ലുവിളി. കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാതെ, സഹോദരങ്ങളുടെ മധ്യത്തിൽ സ്നേഹമില്ലാതെ
എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്? സ്വന്തം കയ്യിൽ നിന്നൊന്നും കൊടുക്കാതെ, ഒരു 5 പൈസ പോലും മാറ്റിവെക്കാതെ മറ്റുള്ളവനോട് കൊടുക്കടാ എന്ന് പറയുന്നതിൽ എന്താ ആത്മീയതയുള്ളത്? സ്വന്തം കരങ്ങളിൽ ധാരാളം പണം ഇരുന്നിട്ടും അതേ തൊടാതെ സാധുക്കളോട് നിങ്ങൾ കൊടുക്കാൻ പറയുന്നതിൽ എന്ത് നന്മയാണുള്ളത്? അതുകൊണ്ട് ആദ്യത്തെ സാക്ഷ്യം കുടുംബത്തിൽ തന്നെയാകണം, സഹോദരങ്ങളോട് തന്നെയാകണം. അവരും രക്ഷപ്പെട്ടു വരണം. പല കുടുംബങ്ങളുടെയും ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അവർ പലരും നല്ല മനുഷ്യരൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ സാക്ഷ്യത്തിൻ്റെ ആ ഒരു സുഗന്ധം സ്വന്തം ചുറ്റുവട്ടത്തിൽ പരത്തുവാൻ അവർക്ക് പറ്റാതെ പോകുകയും അതിന്നൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യം ഒരു നല്ല അടിത്തറയുണ്ടാകട്ടെ. പാറമേൽ വീട് പണിഞ്ഞവൻ്റെ ആ ഒരു സ്ഥിരതയുണ്ടാകണം, ആ ഒരു സാക്ഷ്യമുണ്ടാകണം. അല്ലെങ്കിൽ മണലിന്മേൽ വീട് വെച്ചവൻ എപ്രകാരം വീട് വെച്ചോ, കാറ്റും മഴയും വരുമ്പോൾ അതെങ്ങനെ തകർന്നു പോയോ, ആ ഒരു തലത്തിലേക്ക് നിങ്ങളും ഞാനും ആക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയംഗമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യോശുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ചെയ്യുന്ന നന്മകളൊക്കെ അങ്ങനെ ആകണം, ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആകണം. അതിലൂടെ ഒരു നന്മയുണ്ടാകണം. അതിനുശേഷമാണ് പറയുന്നത്, ഞാൻ സഭാമധ്യേ ദൈവത്തെ സ്തുതിക്കും. ആ സഭയോട് ഞാൻ പറഞ്ഞു, ഭൗതിക ഘടനയെക്കുറിച്ച് പറഞ്ഞു, പൊതുസമൂഹത്തിൽ പറ്റുന്ന രീതിയിലൊക്കെ സാക്ഷിക്കും. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്ന് പറയുന്നതല്ല സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പൂവ് സുഗന്ധം പരത്തുന്നുണ്ട്, ശബ്ദമുണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കവിവാചകം, പൂവായാൽ മണം വേണം, പുമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, ഒരു പുഷ്പത്തിന് മണം വേണം. പുമാനായാൽ ഗുണം വേണം, മനുഷ്യന് ഗുണവും വേണം. ചിലപ്പോൾ എല്ലാ പൂവുകൾക്കും മണം കൊടുക്കാൻ പറ്റുമെന്ന് വരത്തില്ല. ചില പൂക്കൾക്ക് മണമൊന്നുമില്ല, പക്ഷേ നല്ല ആകർഷണീയമായ ഭംഗി അതിനുണ്ട്. അതുകൊണ്ട് എനിക്ക് മണമില്ല, ഗുണമില്ല എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. എല്ലാ പൂവിൻ്റെയും ലക്ഷ്യം മണം കൊടുക്കുന്നത് മാത്രമല്ല. ചിലത് അലങ്കാര പുഷ്പങ്ങളുണ്ട്, ചില മണമുള്ള പൂക്കളെക്കാളും അലങ്കാരത്തിന് വിൽക്കുന്ന ചില ഭംഗിയുള്ള പുഷ്പങ്ങളുണ്ട്. നല്ല മണമുള്ള ചില പൂക്കളെക്കാളും വില കൂടിയത് മണമില്ലാത്ത ചില പുഷ്പങ്ങളാണ്. ലോകത്തിൻ്റെ ചില പ്രമാണങ്ങൾ നമ്മൾ ചിന്തിച്ചോണം. പൂവിന് മണം വേണമെന്ന് ലോകം പറയുകയാണ്, പുമാന് ഗുണവും വേണം. പക്ഷേ മണമില്ലാത്ത പൂക്കളെ നമ്മൾ എഴുത്തള്ളണ്ട, പറിച്ചു കളയണ്ട. കാട്ടിലും വനത്തിലുമൊക്കെ നിൽക്കുന്ന നല്ല പുഷ്പങ്ങളുണ്ട്, സുഗന്ധവാഹിയായ പുഷ്പങ്ങളുണ്ട്, നല്ല ഭംഗിയുള്ള പുഷ്പങ്ങളുണ്ട്, അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളുണ്ട്. ചിലപ്പോൾ നല്ല മണമുള്ള ചെടികളും പൂക്കളും ഒന്നും നമ്മൾ വീട്ടിനകത്തല്ല വളർത്തുന്നത്. പാരിജാതം പോലെ സുഗന്ധം നൽകുന്ന നല്ല പൂക്കൾ, നല്ല മുല്ലപ്പൂക്കൾ, നല്ല റോസാപ്പൂക്കൾ, അതൊക്കെ മുറ്റത്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ മണമില്ലാത്ത ആന്തൂറിയം പോലെയുള്ള ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വീടിനകത്തും വയ്ക്കാറുണ്ട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കൊള്ളണം പ്രിയമുള്ളവരെ. അതുപോലെ ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മൾ സമൂഹത്തോട് പങ്കുവയ്ക്കണം. അതിനുശേഷം മൂന്നാമത്തെ തലം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതിൽ മാത്രം കൊണ്ട് തീരുന്നതല്ല, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ കവിവാക്യം, മഴ പെയ്തു കഴിഞ്ഞു, മരം പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്തൊഴിഞ്ഞു, മരം പെയ്തുകൊണ്ടേയിരിക്കുന്നു. ചില പാട്ടുകളുടെ പ്രതിധ്വനികൾ അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ പാടിയ പാട്ടുകളുടെ പ്രതിഫലനങ്ങൾ അത് ഉയരുന്നുണ്ട്. ആരൊക്കെയോ നടന്നുപോയ വഴിത്താരകളിലെ കാൽപ്പാടുകൾ അതിന്നും കിടപ്പുണ്ട്. ആരൊക്കെയോ പങ്കുവെച്ച അനുഭവങ്ങളുടെ സാക്ഷ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പാടിയ പാട്ടുകളുടെ പ്രതിധ്വനികളും നടന്നുപോയ കാൽപ്പാടുകളും സാക്ഷ്യ അനുഭവങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതെത്ര കഴിഞ്ഞാലും മായത്തില്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമേ, ഞാൻ പാടിയ പാട്ടുകൾ വ്യഥാലാപനമായി പോകാനിടയാകരുത്. എൻ്റെ പ്രസംഗങ്ങൾ അദ്രവ്യായാമമായി പോകാനിടയാകരുത്. ചിലരുടെയൊക്കെ പ്രസംഗങ്ങളും ചിന്തകളുമൊക്കെ നമ്മളുടെ മനസ്സിൽ കിടപ്പില്ലേ? ചിലരുടെയൊക്കെ സ്പർശനങ്ങൾ നമ്മളുടെ മനസ്സിൽ കിടപ്പില്ലേ? ചിലരുടെയൊക്കെ സഹാനുഭൂതി എത്ര കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിൽ കിടപ്പില്ലേ? മരിച്ചു മണ്ണോട് മണ്ണായിട്ടുണ്ട് ചിലരൊക്കെ, കേട്ടോ. മണ്ണോട് മണ്ണായി കഴിഞ്ഞിട്ടും ഇന്നും അവരുടെ ഓർമ്മ നമ്മളുടെ ഇടയിൽ നിൽപ്പുണ്ട്. അവരുടെ ഓർമ്മ വേണ്ട, അവരുടെ സാക്ഷ്യം വേണ്ട എന്നൊക്കെ പറയുന്നവർ ഒരു കാര്യം ചിന്തിച്ചോണം,
അതൊക്കെ വേണം. സഭയിൽ ക്രിസ്തുവിനെ കീർത്തിക്കുന്നവരുണ്ട്, ആത്മീക സഭയിൽ ക്രിസ്തുവിനെ കീർത്തിക്കുന്നവരുണ്ട്. അവർ കിടന്നുറങ്ങുവാണെന്ന് പഠിപ്പിക്കണ്ട, ചിന്തിക്കണ്ട. സ്വർഗീയ സഭയിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരുടെ തലമുറകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾക്കും ആ ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു ചെല്ലാം. ആ ഒരു ദിവ്യാനുഭവത്തിൻ്റെ മറവിലായിരിക്കാൻ തക്കവണ്ണം നമുക്കിടയാകാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പ്രിയമുള്ളവരെ, സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. സഹോദരങ്ങളോട് ദൈവനാമം കീർത്തിക്കും, സഭാമധ്യേ നിന്നെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിൽ വീണ്ടും ഒരു കാര്യം കൂടി ചിന്തിച്ചോണം. ആ ദിവ്യ സാക്ഷ്യത്തോടൊപ്പം മറ്റു ചില കാര്യങ്ങളോടുണ്ട്. സഹോദരങ്ങളോട് കീർത്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. തകർന്നും നെറുങ്ങിയുമിരിക്കുന്ന ഹൃദയങ്ങളോട് സാക്ഷിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇത് കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന കുറേ സമൂഹമുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജി അവിടെയുണ്ട്. സഹോദരങ്ങളോട് കീർത്തിക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. കീർത്തനത്തിന് ഒരു കേൾവിയുടെ പ്രത്യേകതയുണ്ട്. ഒരു ഗാനം കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കീർത്തനമെന്നാണ് പറയുന്നത്. കീർത്തനമെന്ന് വെച്ചാൽ മനോഹരമായ രീതിയിൽ ഞാൻ കീർത്തിക്കും, വെറും പറയുമെന്നല്ല പറയുന്നത്, ഞാൻ കീർത്തിക്കും. കീർത്തനത്തിൻ്റെ മനോഹാരിത, ആ ഒരു സുഭഗത ഇന്ന് നമ്മളുടെ സാക്ഷ്യങ്ങൾക്കുണ്ടോ, സംസാരങ്ങൾക്കുണ്ടോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ശബ്ദത്തിലെ കാഠിന്യം, ശബ്ദത്തിലെ ക്രൂരത, നിന്ദാമനോഭാവം, ഇതൊക്കെ ഇന്ന് ഉയർന്നു വരികയാണ്. നമ്മളുടെ ഹൃദയം പങ്കുവെക്കുന്നു, ആശയങ്ങൾ പങ്കുവെക്കുന്നു, ധ്യാനങ്ങൾ നടത്തുന്നു. ഇതിലൊക്കെ ഉയരുന്നത് ഒരു കീർത്തന മനോഹാരിതയാണോ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ നാമം സഹോദരങ്ങളോട് കീർത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ സംസാര ശൈലികൾ, ആലോചനാ ശൈലികൾ, ഇടപെടലുകൾ ഇതൊരു കീർത്തനമായിട്ട് മാറണം. ഒരു ഗാനം പെട്ടെന്ന് രൂപപ്പെടുന്നില്ല. ഒരു കിളി ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിനുമൊരു മനോഹാരിതയുണ്ട്. ഒരു ഇളം തെന്നൽ കടന്നു പോകുമ്പോൾ അതിനുമൊരു മനോഹാരിതയുണ്ട്. സിസ്റ്റർ മേരി ബെനിഞ്ഞ പാടി, സ്വാഗതം കുഞ്ഞിക്കാറ്റേ, കുഞ്ഞിളം കാറ്റേ, നിന്റെ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാനിരിക്കുന്നു. ആ ഒരു ആഗമനം, ഒരു കാറ്റിൻ്റെ ആഗമനം തന്നെ സന്തോഷദായകമായി മേരി ബെനിഞ്ഞ സിസ്റ്റർ പാടുന്നു. നമുക്ക് തന്നെ അറിയാം, ചിലപ്പോൾ നമ്മൾ ഏകാന്തതയിലിരിക്കുമ്പോൾ ചില സ്വരങ്ങൾ, ചില പ്രഭാഷണങ്ങൾ, ചില സംസാരങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇന്ന് സ്തുതിപ്പുകൾ പോലും വെല്ലുവിളികളായിട്ട് മാറ്റപ്പെടുകയാണ്. ഇന്ന് പ്രഭാഷണങ്ങൾ പോലും ശാപമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശൈലികൾ ഭയാനകമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങളും ഞാനും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഹൃദയംഗമായിട്ട് ചിന്തിക്കണം. എൻ്റെ ജീവനുള്ള ദൈവമേ, എൻ്റെ വാക്കുകൾ കീർത്തനമാകട്ടെ, എൻ്റെ പ്രാർത്ഥന ഒരു കീർത്തനമാകട്ടെ. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, സംശയങ്ങളൊക്കെ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഇടപെടുമ്പോൾ ശാസനകളൊക്കെ നടത്തിയാലും അതിനെ എൻ്റെ പ്രിയപ്പെട്ടവനൊരു കീർത്തനമായി തോന്നണമേ. ഞാൻ നൽകുന്ന ഉപദേശങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവന്, എൻ്റെ ദേശവാസിക്ക്, സഹോദരന് ഒരു നൊമ്പരമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ, ഞാൻ നൽകുന്ന വ്യാഖ്യാനങ്ങൾ അവൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നതായി തീരട്ടെ. ഒരു സത്കീർത്തനമായി തീരട്ടെ. എങ്ങനെ നന്നായിട്ട് സംസാരിക്കാം, ശാന്തമായി സംസാരിക്കാം, സൗമ്യമായി സംസാരിക്കാം. എൻ്റെ സഹോദരങ്ങളോട് കീർത്തിക്കുക എന്ന് പറയുമ്പോൾ വേദപുസ്തകം എടുത്ത് 10 വാക്യങ്ങൾ പറയുന്നത് മാത്രമല്ല ദൈവനാമത്തെ കീർത്തിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഉപദേശങ്ങളുടെ പൂർണ്ണത ശബ്ദമായും വരമൊഴിയായും നിശബ്ദമായുമൊക്കെ സംവേദിപ്പിക്കാൻ സാധിക്കണം. ഒറ്റ നോട്ടത്തിലൂടെ കീർത്തിക്കാൻ പറ്റും. നിശബ്ദതയിൽ കീർത്തനമുണ്ട് പ്രിയമുള്ളവരെ. കണ്ണു കാണാത്തവർ, ചെവി കേൾക്കാത്തവർ മനോഹരങ്ങളായ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ബീതോവൻ പോലും സുന്ദരമായ കീർത്തനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ബീതോവൻ്റെ ഒരു വാചകമുണ്ട്,
എൻ്റെ മുൻപിൽ ഞാൻ ഒരുപാട് നിഴലുകൾ കാണുന്നുണ്ട്, തടസ്സങ്ങൾ പോലെയുള്ള നിഴലുകൾ. പക്ഷേ അവ തടസ്സങ്ങളല്ല, അപ്പുറത്ത് കത്തി നിൽക്കുന്ന ദീപസ്തംഭത്തിൻ്റെ നിഴലുകളാണ്. അതായത് അവയൊരു ബാരിക്കേഡുകളല്ല, വൻമതിലുകളല്ല, അപ്പുറത്ത് കത്തി നിൽക്കുന്ന ദീപസ്തംഭത്തിൻ്റെ നിഴലുകൾ മാത്രം. ജീവിതം കീർത്തനമായി കാണുന്നവന് പരാതി കാണത്തില്ല, പരിഭവം കാണത്തില്ല, എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയത്തില്ല, നിരാശ കാണത്തില്ല. അന്ധഗായകന്മാർ പാടിയെങ്കിൽ, ബദിരന്മാർ കീർത്തിച്ചെങ്കിൽ നമ്മൾക്കും കീർത്തിക്കാം. എൻ്റെ സഹോദരങ്ങളുടെ മധ്യേ ഞാൻ കീർത്തിക്കും. വീണ്ടും പറയുന്നു, സ്തുതിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അത് നമ്മളുടെ പ്രാർത്ഥനയെ ഒന്നുകൂടെ ശക്തീകരിക്കാനുള്ള ഒരു അനുഭവമാണ്. നമ്മളുടെ വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയും കൂടി അതിനെ ചിന്തിക്കണം. ആദ്യം സ്വർഗീയ സഭയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. നമ്മളുടെ വ്യക്തിജീവിതത്തിലെ ആ സ്തുതിപ്പുകളുടെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സ്തുതിപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറയും, സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും സദാനേരവും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിലുള്ളതാണ് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുക എന്ന് പറയുന്നത്. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ, ജനത്തോട് ദൈവത്തിൻ്റെ സ്തുതി അറിയിക്കുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു സമർപ്പണമാണ്, ഒരു വലിയ ഉൾക്കാഴ്ചയാണ്. ഇന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണെന്ന് തോന്നുന്നില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നാശമാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന് തോന്നുന്നുവെങ്കിൽ, ഞാൻ സ്തുതിക്കുമ്പോൾ അവൻ്റെ വികാരം മുറിവേൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ, നമ്മളൊന്നുകൂടി ചിന്തിക്കണം. എൻ്റെ സ്തുതിപ്പ് അപരന് സ്തുതിക്കാനുള്ള മനോഭാവം കളയുന്നു? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് അപരൻ്റെ ഭക്തി കളയുന്നുവോ? ഞാൻ സ്തുതിക്കുന്നത് ഒരുവനെ നിരീശ്വരവാദിയാക്കുന്നുവോ? ഞാൻ സ്തുതിക്കുന്നത് വിശുദ്ധിയുടെ അനുഭവം നഷ്ടപ്പെടുത്തുന്നുവോ? നമ്മളൊന്നുകൂടി ചിന്തിക്കണം. അതിനുള്ള യോഗ്യതയും ശക്തിയും ഒക്കെ വേണം, കഴിവും പ്രാപ്തിയും ഒക്കെ വേണം. സഹോദരങ്ങളുടെ മധ്യത്തിൽ കീർത്തനമായി, ഗാനരൂപമായി, മനോഹരമായ സാഹചര്യങ്ങളായി പ്രാർത്ഥനകൾ മാറ്റപ്പെടുന്നതിനെപ്പറ്റിയും സാക്ഷ്യങ്ങൾ മാറ്റപ്പെടുന്നതിനെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർത്തോണം, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ അത് അപരനെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നതാകണം. ചില നല്ല മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ട്, അത് കേട്ടാൽ തന്നെ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. ചില പ്രാർത്ഥനാസ്വരങ്ങൾ ചിലയിടത്ത് ഉയരുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കും, ചിലത് കേൾക്കുമ്പോൾ നമ്മൾ നിന്ദിക്കും. ആയതുകൊണ്ട് ജീവിതത്തിലെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും അനുഭവങ്ങളും കാലങ്ങൾക്കപ്പുറമായി തുടരുന്നതും കാലങ്ങൾക്കപ്പുറമായി നിലനിൽക്കുന്നതും അനേകരെ അതിന് പ്രേരിപ്പിക്കുന്നതും ആയി തീരട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.